പറഞ്ഞത് എന്താ വെച്ചാല് പേഴ്സണാലിറ്റിയും അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പേഴ്സണാലിറ്റി സൈക്കോളജിയിലുള്ള തിയറീസ് അല്ലെങ്കിൽ മോഡൽസ്, അപ്രോച്ചസ്, ഇതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ അപ്രോച്ച് ആയിട്ടുള്ള സൈക്കോ ഡൈനാമിക് അപ്രോച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സോ സൈക്കോ ഡൈനാമിക് അപ്രോച്ച്, ഈ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആര് പ്രപ്പോസ് ചെയ്തതായിരിക്കും എന്ന്. ഒബ്വിയസ്ലി സിഗ്മണ്ട് ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയാണ് സൈക്കോ ഡൈനാമിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു തിയറി വരുന്നത് വരെ സൈക്കോളജി ഫീൽഡിലെ എല്ലാവരും കോൺഷ്യസ് എക്സ്പീരിയൻസ്, കോൺഷ്യസ് തോട്ട്സ്, കോൺഷ്യസ് മെന്റൽ പ്രോസസ്സസ്, ഇതിനെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ഈ തിയറിയിലൂടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തിനായിരുന്നു? അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ്സിനായിരുന്നു. അതുവരെ കോൺഷ്യസ് തോട്ട്സിനായിരുന്നു ഫോക്കസ് ഉണ്ടായിരുന്നത്. ആ ഫോക്കസ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്തിലോട്ട് ഡയറക്റ്റ് ചെയ്തു? അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ്സിലോട്ട് ഡയറക്റ്റ് ചെയ്തു. സോ ഈ തിയറിന്റെ ഒരു ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ് ആണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനൊരു അൺകോൺഷ്യസ് ഇന്റേണൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്നും അത് നമ്മുടെ ഓവേർട്ട് ആക്ഷൻസിനെ, നമ്മൾ പുറത്തോട്ട് കാണിക്കുന്ന നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ആക്ഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും ആൻഡ് അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ തിയറിയിലൂടെ പറയുന്നത്. ഈ തിയറിന്റെ ഒരു മെയിൻ ഗോൾ അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഇന്റേണൽ മെന്റൽ കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ എക്സ്റ്റേണൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇതാണ് ഈ ഒരു തിയറിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാല്, കോൺഷ്യസ് തോട്ടുകൾ മാത്രമല്ല നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളില് കെട്ടിക്കിടക്കുന്ന ഹിഡൻ ഡിസയേഴ്സ്, ഫിയേഴ്സ്, കോൺഫ്ലിക്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഈ പറയുന്ന കോൺഷ്യസ് തോട്ടിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സോ കോൺഷ്യസ് തോട്ട് അല്ലെങ്കിൽ കോൺഷ്യസ് മെന്റൽ പ്രോസസ്സുകളല്ല, അതിൽ കൂടുതൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഫ്രോയിഡ് ഈ തിയറിയിലൂടെ പറയുന്നത്. ഓൾസോ ഒരു പോയിന്റ് കൂടി ഉണ്ട്, അതായത് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു തിയറിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രോയിഡ് ഒരു 4 കമ്പോണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ തിയറിന്റെ 4 കമ്പോണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതിനി നോക്കാം. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതായത് നമ്മുടെ മൈൻഡിന് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. ഏതൊക്കെയാണ് ഈ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്? ഒന്ന് കോൺഷ്യസ് മൈൻഡ്, then we have pre-conscious mind, then we have unconscious mind. So കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ദി പ്രസന്റ്, അറ്റ് ദി മൊമെന്റ് നമ്മൾ അവെയർ ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ പെർസെപ്ഷൻസ്, ഇതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന, ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. അവിടെയാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ സെക്കൻഡ് ലെവലാണ് പ്രീ കോൺഷ്യസ് മൈൻഡ്. പ്രീ കോൺഷ്യസ് മൈൻഡിൽ എന്താ ഉള്ളത്? അറ്റ് ദി മൊമെന്റ് നമ്മുടെ അവയർനെസ്സിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത്. പക്ഷെ നമുക്കത് എളുപ്പത്തിൽ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ആക്ട് ആസ് കണക്ടിങ് ബ്രിഡ്ജ് ബിറ്റ്വീൻ കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിന്റെയും അൺകോൺഷ്യസ് മൈൻഡിന്റെയും ഇടയിലുള്ള ഒരു കണക്ടിങ് ബ്രിഡ്ജ് ആണ് ഈ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സോ പ്രീ കോൺഷ്യസ് മൈൻഡ് ഇസ് സെക്കൻഡ് മൈൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ എന്ന് പറയാം. തേർഡ് ലെവൽ ഇസ് അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ ഫ്രോയിഡിന്റെ മെയിൻ തട്ടകം എന്ന് പറയുന്നത്. സോ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താ ഉള്ളത്? നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ്, ഡിസയേഴ്സ്, ഫിയേഴ്സ്, ഇമ്പൾസസ്, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കപ്പെടാത്ത കാര്യങ്ങൾ, അതാണ് അൺകോൺഷ്യസ് മൈൻഡിൽ
ഇള്ളത്. ആൻഡ് ഇത് നമുക്ക് ഇപ്പൊ ഈ പ്രീ കോൺഷ്യസ് മൈൻഡിലും കോൺഷ്യസ് മൈൻഡിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ആക്സസിബിൾ ആണ്. പക്ഷെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് ആക്സസിബിൾ അല്ല. ഈവൻ ദോ അത് ആക്സസിബിൾ അല്ലെങ്കിലും നമ്മുടെ ബിഹേവിയറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള എലമെന്റ്സ് ആണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു പാർട്ടാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ എല്ലാവർക്കും ഈ അൺകോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, so that is the level of consciousness. So we have three level of consciousness: ഒന്ന് conscious mind, preconscious mind and unconscious mind. And ഇതിനെ ഫ്രോയിഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഐസ്ബർഗ് മോഡൽ ആയിട്ടും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അതായത് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, പിന്നെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. സോ കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മൾ പുറത്തോട്ട് റിവീൽ ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡിലെ എലമെന്റ്സ്, ഇൻഫർമേഷൻ ആണ് നമ്മൾ പുറത്തോട്ട് കാണിക്കുക. ആൻഡ് നമ്മൾ ഹൈഡ് ചെയ്യുക, നമ്മൾ കൺസീൽ ചെയ്യുക എന്താണ്, അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെ നമ്മൾ കൺസീൽ ചെയ്യുക. അത് നമ്മൾ പുറത്തോട്ട് കാണിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഐസ്ബർഗ് മോഡൽ. ഇനി തിയറിയിലെ അടുത്തൊരു പാർട്ടാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. സോ ഫ്രോയിഡ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് 3 കമ്പോണൻസ് ഉണ്ട് എന്നാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതൊക്കെയാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. സോ ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള, ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. ആൻഡ് ഇത് പ്ലഷർ പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാല് എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അപ്പൊ നടത്തിയെടുക്കുക. ഒന്ന് ഡിലേ ആക്കാനോ ഒന്ന് പോസ് ആക്കാനോ ഒന്നും പറ്റില്ല. അറ്റ് ദി മൊമെന്റ് അത് നമ്മൾ സാധിച്ചെടുക്കണം. അതാണ് ഇഡ്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതാണ് മൂപ്പരെ മെയിൻ സംഭവം. സെക്കൻഡ് പാർട്ടാണ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിന്റെ റാഷണൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് പാർട്ടാണ്. ആൻഡ് ഈഗോ വർക്ക് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. ഈഗോ എന്ന് പറയുന്നത് ഇഡിന്റെയും സൂപ്പർ ഈഗോന്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ പോലെയാണ്. ഓക്കെ, ഇഡിന്റെ സൂപ്പർ ഈഗോന്റെയും എല്ലാ ഡിമാൻഡ്സും നോക്കി അത് അനലൈസ് ചെയ്ത് അത് ബാലൻസ് ചെയ്യുന്ന ഒരാളാണ് ഈഗോ എന്ന് പറയുന്നത്. ആൻഡ് ഈഗോ ആണ് നമ്മളെ ഈ സൊസൈറ്റിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടും ആക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈഗോ ആണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു, നമ്മൾ ഇഡ് പറഞ്ഞു, ഈഗോ പറഞ്ഞു. ഇഡ് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണാലിറ്റിന്റെ കമ്പോണന്റ് ആണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണാലിറ്റിന്റെ വേറൊരു പാർട്ട്. ഇനി തേർഡ് പാർട്ടാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിന്റെ മോറൽ കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ മോറൽ പാർട്ടാണ്, അല്ലെങ്കിൽ മോറൽ പോലീസ് എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ഒരു കമ്പോണന്റ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ റൂൾസിനെ, നമ്മുടെ വാല്യൂസിനെ, നമ്മുടെ കൺസൈൻസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റിന്റെ പാർട്ടാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ഐഡിയൽ ബിഹേവിയർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടാണ്. എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യണം, നമ്മള് എപ്പോഴും നമ്മൾ ഭയങ്കര ഐഡിയൽ ബിഹേവിയർ കാണിക്കണം, ഫുൾ എത്തിക്കൽ, നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ആ ഒരു പാർട്ടാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. 3 വയസ്സാകുമ്പോഴാണ് സൂപ്പർ ഈഗോ ഡെവലപ്പ് ആവുക. അതും സോഷ്യലൈസേഷനിലൂടെയാണ് സൂപ്പർ ഈഗോ നമുക്ക് ഡെവലപ്പ് ആവുക. സോ ഇതാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ പറയുന്നത്. 3 കമ്പോണൻസ് ആണുള്ളത്: ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇനി അടുത്തൊരു കമ്പോണന്റ് ആണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രോയിഡിന്റെ വർക്ക്സിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി 5 സ്റ്റേജസിലൂടെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് പറയുന്നത്. ഈ 5 സ്റ്റേജസ് ഫ്രം ബർത്ത് ടു നമ്മുടെ ഒരു അഡൽട്ട്ഹുഡ് അതുവരെയാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് നോക്കാം.
ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഓറൽ സ്റ്റേജ്. അത് 0 to 1 ഇയറിന്റെ ഉള്ളിലാണ് നടക്കുക. ആൻഡ് ഇവിടെ പ്ലഷർ സെൻറ്റർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് മൗത്തിലാണ്. സോ ഓരോ സ്റ്റേജസിലും എന്തുണ്ട്, ഒരു നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സംഭവമുണ്ട്. ഓരോ സ്റ്റേജിലും ഡിഫറെന്റ് പ്ലഷർ പോയിന്റ്സ് ആണ്, പ്ലഷർ ഫോക്കസ് ആണ്. ആ പ്ലഷർ നമ്മൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, ആ ഒരു നീഡ് നമ്മൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ഫിക്സേഷൻ സംഭവിക്കും. ഫിക്സേഷൻ വെച്ചാൽ അവിടെ ഒരു അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് എന്തിലോട്ട് ലീഡ് ചെയ്യും, നമ്മുടെ മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സിലോട്ട് ലീഡ് ചെയ്യും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ഓരോ സ്റ്റേജിൽ നമ്മുടെ പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത് മൗത്തിലാണ്. 0 to 1 ഇയർ ആണ് ഇപ്പൊ നമ്മള് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആ ടൈമിലാണ്. അപ്പോൾ ഒബിയസ്ലി മൗത്തിലാണ് പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത്. ആ ടൈമിൽ ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ ആ നീഡ് ഫുൾഫിൽ ആയില്ലെങ്കിൽ ഫിക്സേഷൻ ഉണ്ടാവും. ആൻഡ് അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സിലോട്ട് നോക്കുമ്പോൾ ഡിപ്പെൻഡൻസി ഉണ്ടാക്കും ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും. സോ ഓരോ സ്റ്റേജും 0 to 1 ഇയർ ആണ്. പ്ലഷർ ഫോക്കസ് ചെയ്യുന്ന മൗത്തിലാണ്. ആ ഒരു ടൈമിലുള്ള പ്ലഷർ അല്ലെങ്കിൽ നീഡ് ഫുൾഫിൽ ആയില്ലെങ്കിൽ ഫിക്സേഷൻ ഉണ്ടാവും. അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സിലോട്ട് ലീഡ് ചെയ്യും അഡൽട്ട്ഹുഡിൽ. സോ സെക്കൻഡ് സ്റ്റേജ് ഇസ് ആനൽ സ്റ്റേജ്. അത് 1 to 3 ഇയേഴ്സിലാണ് സംഭവിക്കുക. ഈ സ്റ്റേജിൽ പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത് ബവൽ കൺട്രോളിലാണ്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. സോ ടോയ്ലറ്റ് ട്രെയിനിങ് രണ്ട് രീതി കൊടുക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കാം, എന്നാൽ കുറച്ച് ലിനിയന്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇതിനനുസരിച്ചാണ് ഈ സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. സോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തിയാൽ ആനൽ റിറ്റൻറ്റീവ് ഉണ്ടാവും. അത് അഡൽഹുഡിലാവുമ്പോൾ എങ്ങനെ സംഭവിക്കും, ആ ഒരാള് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും, ഭയങ്കര റിജിഡ് ആയിരിക്കും, ഭയങ്കര നീറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിലോട്ടാണ് ഇത് ലീഡ് ചെയ്യുക. ഇനി അതല്ല, കുറച്ച് ലെനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തിയത് വെച്ചാല് ആനൽ എക്സ്പൾസീവ് ആവും. അതിന് നേരെ ഓപ്പോസിറ്റ് ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, മെസ്സി, ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറ്റും എന്നാണ് ആര് പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ. സോ തേർഡ് സ്റ്റേജ് ഇസ് ഫാലിക് സ്റ്റേജ്. അത് 3 to 6 ഇയേഴ്സിലാണ് നടക്കുന്നത്. ആൻഡ് ഈ ഒരു ടൈമിൽ പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, ജെനൈറ്റൽ ഏരിയയിലാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ ഈഗോ ഡെവലപ്പ് ആവുന്നത്. ആൻഡ് ഈ ഒരു 5 സ്റ്റേജസിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഈ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഈഡിപ്പസ് എലക്ട്ര കോംപ്ലക്സ്. സോ ഈഡിപ്പസ് എലക്ട്ര കോംപ്ലക്സ് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഈഡിപ്പസ് കോംപ്ലക്സ് ആദ്യം പറയാം. ഈഡിപ്പസ് കോംപ്ലക്സ് എന്താ വെച്ചാല്, ബോയ് ചൈൽഡ് അവരുടെ ഓപ്പോസിറ്റ് സെക്സ് പാരന്റ്, അതായത് മദറിനോട് അവർക്ക് എന്തുണ്ടാവും, സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ഫ്രോയിഡ് പറയുന്നത്. അതേപോലെ എലക്ട്ര കോംപ്ലക്സ് പറയുന്നത് ഗേൾ ചൈൽഡിന് അവരുടെ ഓപ്പോസിറ്റ് സെക്സ് പാരന്റ് ആയിട്ടുള്ള, അതായത് ഫാദറിനോട് എന്തുണ്ടാവും, സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞാണ്. ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുമ്പോൾ അവിടെ ഒബിയസ്ലി ആൻസൈറ്റി ഉണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. അപ്പോ അവർ കൂടുതൽ കോൺഫ്ലിക്റ്റിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ എന്ത് ചെയ്യും, ദി ചൈൽഡ് ഐഡന്റിഫൈസ് വിത്ത് സെയിം സെക്സ് പാരന്റ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഫാലിക് സ്റ്റേജ്. ജെനൈറ്റൽ ഏരിയയിലാണ് പ്ലഷർ ഫോക്കസ് ചെയ്യുന്നത്. ഈഡിപ്പസ് എലക്ട്ര കോംപ്ലക്സ് ഉണ്ടാവും. ആൻഡ് ആ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡ് എന്ത് ചെയ്യും, അവർ സെയിം സെക്സ് പാരന്റുമായിട്ട് ഐഡന്റിഫൈ ചെയ്യും, ലൈക്ക് അവരെ പോലെ ആവാൻ നോക്കും. ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അവരുടെ അമ്മമാരെ പോലെ അല്ലെങ്കിൽ ഉമ്മമാരെ പോലെ ആവാൻ നോക്കും. ഇപ്പൊ സാരി എടുക്കാനും കിച്ചൺ വർക്ക് ചെയ്യാനും, അങ്ങനെ ഉമ്മമാരെന്താ ചെയ്യുന്നത് അത് അതേപോലെ ചെയ്യാൻ നോക്കും. അതേമാതിരി ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫാദേഴ്സ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അത് നമുക്ക് ഈ ഏജിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഫോർത്ത് സ്റ്റേജ് ഇസ് ലാറ്റൻസി സ്റ്റേജ്. ലാറ്റൻസി സ്റ്റേജ് പറയുന്നത് 6 to 12 ഇയേഴ്സിന്റെ ഇടയിലുള്ള സ്റ്റേജ് ആണ്. ഒരു സ്കൂളിംഗ്, KG, പിന്നെ LP, UP ആ ഒരു ടൈമിലുള്ള
ഒരു സ്റ്റേജാണ് ലാറ്റൻസി സ്റ്റേജ് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ മുന്നേ പറഞ്ഞിട്ടുള്ള പ്ലഷർ ഫോക്കസ് ഒന്നും ഈ ഒരു സ്റ്റേജിലില്ല. എല്ലാ ഈ സെക്ഷൽ ഇമ്പൾസും അങ്ങനത്തെ പ്ലഷേഴ്സ് ഒക്കെ സപ്രസ്ഡ് ആയിരിക്കും. ഈ ഒരു ടൈമില് കുട്ടി എന്തിലോട്ടാ ഫോക്കസ് ചെയ്യുക? സ്കൂള്, ഫ്രണ്ട്ഷിപ്സ്, പിന്നെ സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, സ്കിൽസ്, പിന്നെ ലേൺ ചെയ്യുക. ഇതിലൊക്കെ ആയിരിക്കും അവരുടെ ഫോക്കസ് ഉണ്ടാവുക. ഈ സമയത്താണ് ഒബ്വിയസ്ലി നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുന്നതും സ്കൂളിൽ ആക്റ്റീവ് ആവുന്നതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. ആൻഡ് ഫിഫ്ത് സ്റ്റേജ് ഇസ് ജെനൈറ്റൽ സ്റ്റേജ്. 12 to 18 എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേജ് ഹാപ്പൻ ചെയ്യുന്നത് 12 to 18 ഇടയിലാണ്. ഈ ഒരു ടൈമില് നമ്മുടെ ഫാൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്ലഷർ ഫോക്കസ് ഈ സ്റ്റേജിൽ തിരിച്ചു വരികയാണ്. അതായത് ജെനൈറ്റൽ ഏരിയയിലാണ് ഈ ഈ സ്റ്റേജിലുള്ള പ്ലഷർ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലാണ് നമ്മൾ മെച്യൂർ ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ആവുന്നത്. നമുക്ക് ക്രഷും ഇൻഫാക്ച്വേഷൻസും റിലേഷൻഷിപ്സും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ആവുന്നത് ഈ ഒരു പീരീഡിലാണ്. ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, ലൈക്ക് ബോത്ത് പ്ലാറ്റോണിക് ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒരാൾക്ക് ഡെവലപ്പ് ആവും എന്നാണ് പറയപ്പെടുന്നത്. സോ ഇതാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഓറൽ സ്റ്റേജ്, പിന്നെ ആനൽ സ്റ്റേജ്, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനൈറ്റൽ. 5 സ്റ്റേജാണ് ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് പറഞ്ഞു, പിന്നെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു, പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പറഞ്ഞു. ഇനി അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ആണ് ഡിഫൻസ് മെക്കാനിസം. സോ വാട്ട് ഇസ് ഡിഫൻസ് മെക്കാനിസം? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് സ്ട്രാറ്റജിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാല് അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈഗോ യൂസ് ചെയ്യുന്ന അൺകോൺഷ്യസ് സ്ട്രാറ്റജീസ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫ്രോയിഡ് 8 ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. റിപ്രഷൻ, ഡിനയൽ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, സബ്ലിമേഷൻ, റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. ഇതെല്ലാം എന്താ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അവയർനെസ്സിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത മെമ്മറീസിനെ ബ്ലോക്ക് ചെയ്യൽ, അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ റിപ്രസ് ചെയ്യും. നമ്മൾ അതിനെ അപ്പാടങ്ങ് നമ്മൾ മാറും. So it's a defense mechanism which is used by our ego to protect ourselves from the internal conflict. Second one is denial. Denial എന്ന് വെച്ചാൽ ഒന്നുമില്ല, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നൂല, നമ്മൾ റെഫ്യൂസ് ചെയ്യും. റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയാലിറ്റി. എക്സാമ്പിൾ, നമുക്കറിയാം സ്മോക്കിംഗ് എന്താണ്, സ്മോക്കിംഗ് ഹാർംഫുൾ ആണെന്ന് നമുക്കറിയാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്മോക്ക് ചെയ്യാം. സോ ഇറ്റ് ഇസ് ലൈക്ക് നമുക്ക് റിയാലിറ്റി അറിയാം, അത് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് റെഫ്യൂസ് ചെയ്യണം. അതാണ് ഡിനയൽ. തേർഡ് വൺ ഇസ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ പെർസെപ്ഷൻസിനെ വേറെ ആളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് വിചാരിക്കാം. ഒരാള് ഐസ്ക്രീം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐസ്ക്രീം വേണം, പക്ഷെ നമുക്ക് വേണമെന്ന് പറയാൻ നമുക്ക് മടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്കിളോട് പറയും, അങ്കിളെ ഇവൻ ഐസ്ക്രീം വേണമെന്ന് നമ്മൾ പറയാം. അത് നമ്മുടെ ഡിസയർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഫ്രണ്ടിലോട്ട് പ്രൊജക്ട് ചെയ്യാണ്. അവന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാൻ നോക്കുക. സോ അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഡിസയർസിനെ വേറെ ആളിലോട്ട് ആട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഇസ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുക. അതാണ് റാഷണലൈസേഷൻ പറയുന്നത്.
കോമൺ എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ ഒരു എക്സാം നമ്മൾ ഫെയിൽ ആയെന്ന് വിചാരിക്കാം. നമ്മൾ പഠിക്കാനായിട്ട് ഫെയിൽ ആയതാട്ടോ. പക്ഷെ നമ്മൾ എന്ത് പറയാണ്, ഞാൻ പഠിക്കാനായിട്ടല്ല, ആഹ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ടീച്ചറുടെ പ്രശ്നമാണ്, അത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയതെന്ന് പറയും. അതാണ് റാഷണലൈസേഷൻ. ഓക്കെ. ഫിഫ്ത് വൺ ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ വെച്ചാല് നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമോഷൻസിനൊക്കെ നമ്മൾ ഒരു സേഫർ ടാർഗറ്റിലോട്ട് റീഡയറക്ട് ചെയ്യും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ നമ്മുടെ ബോസ് നമ്മളെ ചീത്ത വിളിച്ചിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ബോസ് ആണല്ലോ, അപ്പൊ നമുക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ പാരന്റ്സിന്റെ അടുത്തോ സിബ്ലിങ്സിന്റെ അടുത്തോ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്തോ അത് കാണിക്കുക, ആ ദേഷ്യം കാണിക്കുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. ഒരു സേഫർ ടാർഗറ്റിലോട്ട് നമ്മുടെ ഇമോഷൻസിനെ റീഡയറക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കാണിക്കുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ഇസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്താ വെച്ചാല് നമ്മുടെ ഇമ്പൾസുകളെ എന്ത് ചെയ്യുക, ഒരു ഈ പറയുന്ന പോലെ തന്നെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പൾസിനെ നമ്മൾ അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ് ആയിട്ട് മാറ്റുക, ചാനൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കര ദേഷ്യം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് ബോക്സ് ചെയ്യാൻ പോവാം. ആ ദേഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബോക്സിങ്ങിലോട്ട് നമ്മൾ ചാനൽ ചെയ്യുക. സോ ദാറ്റ് ഇസ് സബ്ലിമേഷൻ. സെവൻത് വൺ ഇസ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കും. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്താ വെച്ചാല് നമുക്ക് ലൈക്ക് ഉള്ള ഫീലിങ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ, പക്ഷെ അയാളെ നമ്മൾ കാണുമ്പോൾ അയാളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാം. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്താണ്, ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 8 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. റിപ്രഷൻ ഉണ്ട്, ഡിനായൽ ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്, റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. സോ ഇതാണ് സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്, അൺകോൺഷ്യസ് എലമെന്റ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ അൺകോൺഷ്യസ് എലമെന്റ്സ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതിൽ 4 ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഉണ്ട്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. അത് പറയുന്നത് എന്താണ്, നമ്മുടെ മൈൻഡിന് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡും, പ്രീ കോൺഷ്യസ് മൈൻഡും, അൺകോൺഷ്യസ് മൈൻഡും. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും. പിന്നെ സൈക്കോസെക്ച്വൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ പേഴ്സണാലിറ്റി ഈ 5 സ്റ്റേജസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. 5 സ്റ്റേജസ്. ഒന്ന് ഓറൽ സ്റ്റേജ്, സെക്കൻഡ് വൺ ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിഫൻസ് മെക്കാനിസം. ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈഗോ യൂസ് ചെയ്യുന്ന അൺകോൺഷ്യസ് സ്ട്രാറ്റജീസ് ആണ് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ 8 ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു. സോ യെസ്, ദിസ് ഈസ് സൈക്കോഡൈനാമിക് അപ്രോച്ച്. ഇനി നമുക്ക് ബാക്കി അപ്രോച്ചുകൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. താങ്ക് യു.